ഇന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആക്ച്വലി എന്നെ സംബന്ധിച്ച് നാട്ടിൽ ഞാൻ എറണാകുളത്തായതുകൊണ്ട് തന്നെ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നമുക്കറിയാം, നമ്മൾ ആരെ ഏൽപ്പിക്കണം എന്നുള്ള ധാരണയൊക്കെ ഉണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് എനിക്ക് ആരെയും അറിയില്ല. പിന്നെ എനിക്കുള്ള ഒരു ഓപ്ഷനാണ് ഇൻസ്റ്റഗ്രാമിൽ കൂടെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊന്ന് കയറി തപ്പിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഓക്കെ ആയി തോന്നിയതാണ് ഹാൻഡ് മെയ്ഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹന്നയുടെ വീഡിയോസ്. ആക്ച്വലി ആൾ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ആൾ ഒരുപാട് വീഡിയോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഒരു വൈബ് ഫീൽ ചെയ്തപ്പോൾ ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തു. റിസപ്ഷന് വേണ്ടി ഞാൻ മനസ്സിൽ ഒരു ലുക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആളുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ ആൾക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. ഞാനൊരു നോർത്ത് ഇന്ത്യൻ വൈബ് പിടിക്കാനാണ് നോക്കിയത്. എനിക്കുണ്ടല്ലോ മേക്കപ്പ് അത്ര കാര്യമായിട്ട് ചേരുന്ന ഒരാളല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര വറീഡായിരുന്നു എൻ്റെ മേക്കപ്പിൻ്റെ കാര്യത്തിൽ. ഇന്നീ പറയുന്ന പോലെ നമുക്ക് മേക്കപ്പ് ചെയ്യാതെ വെഡ്ഡിങ്ങും റിസപ്ഷനും എന്തായാലും പറ്റില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ എല്ലാവരും നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ബ്രൈഡ് ആൻഡ് ഗ്രൂം എന്തായാലും ചെയ്യാതെ പറ്റില്ല. ഹന്നയുടെ മേക്കപ്പിൽ ഞാൻ 101% സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഞാൻ ആളെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് എൻ്റെ സ്കിന്നിന് ചേരുന്ന പോലെ നല്ല മേക്കപ്പ് ആൾ ചെയ്തു തന്നു. പിന്നെ എനിക്ക് മേക്കപ്പ് ചേരുന്നില്ല മൊത്തത്തിൽ നിന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിപ്പോൾ എനിക്ക് ഹെവി മേക്കപ്പ് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ ഫേസിനൊരു മാറ്റമുണ്ട്. പക്ഷെ ആളുടെ മേക്കപ്പൊക്കെ നല്ല ഫ്ലോലെസ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മേക്കപ്പായിരുന്നു. HD മേക്കപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ണിൽ ലെൻസൊക്കെ വെച്ചപ്പോൾ എനിക്ക് പേഴ്സണലി കണ്ണൊക്കെ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പിന്നെ സച്ചുവിനും ടച്ചപ്പ് ചെയ്തത് ആൾ തന്നെയാണ്. ഇനി ട്രിവാൻഡ്രത്ത് എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ധൈര്യമായിട്ട് എനിക്ക് ഹന്നനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഉറപ്പായിട്ടുണ്ട്. വേറെ ആരെയും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഞാൻ പണ്ട് ചെറുതായിരിക്കുന്ന സമയത്ത് ഒരു സീരിയൽ കാണുമായിരുന്നു, സരസ്വതി ചന്ദ്ര എന്ന് പറഞ്ഞിട്ട്. ആ സീരിയലിലെ നായികമാര് നോർത്ത് ഇന്ത്യൻ വൈബിൽ ഇങ്ങനെ ഒരുങ്ങുന്നത് കാണുമ്പോൾ എനിക്ക് അത് ഇഷ്ടമായിരുന്നു കേട്ടോ കാണാൻ. അതുകൊണ്ട് തന്നെ റെഡ് സാരിയിൽ കുന്തൻ ജ്വല്ലറീസ് ഒക്കെ വെച്ചിട്ട് സിന്ദൂരെല്ലാം ഇട്ട് അങ്ങനത്തെ ഒരു വൈബ് എൻ്റെ മനസ്സിൽ ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അപ്പം അത് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തെടുത്തത്. പക്ഷെ കുറേ പേർക്ക് ഇഷ്ടമുണ്ട്, കുറേ പേർക്ക് ഇഷ്ടക്കുറവുണ്ട്. അതൊക്കെ ഓരോ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. വെഡ്ഡിങ് കഴിഞ്ഞ് അന്ന് തന്നെ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് വന്ന് പിറ്റേ ദിവസം വൈകുന്നേരമായിരുന്നു റിസപ്ഷൻ. അതും കൂടെ കഴിഞ്ഞപ്പോഴേക്കും നമുക്കിനി എഴുന്നേറ്റ് നിൽക്കാൻ ആവതില്ലാത്ത പോലെ നമ്മൾ ടയേർഡായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓരോ മൊമെൻറ്റും ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ.